ഒരു സോഫ്റ്റ് സിൽക്കിൽ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വന്ന സാരിയാണ്. ഞാൻ ഇതിന് മുമ്പ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു, എല്ലാവരിലും എനിക്കിത് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ തവണ ഇതിന് പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ മറ്റൊരു കളറോടെ ഉണ്ട്. അന്ന് ആ കളറില്ലായിരുന്നു, ഈ കളർ മാത്രം ഉള്ളായിരുന്നു. ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ 1985 ഇത് വന്നിരിക്കുന്നത്. സോഫ്റ്റ് സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വരിക. ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇത് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ. പ്ലീറ്റ്സ് ആകുമ്പോൾ ഇതിങ്ങനെയാണ് വരിക. ഈ ലീഫിൻ്റെ ഡിസൈൻ ഇങ്ങനെ ഹാഫായിട്ട് വരെ ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഇതുണ്ടോ, ഇതിൻ്റെ പല്ലുവിൽ ഇങ്ങനെയാണ് വരിക. ഇതാണ്ട് ആ ലീഫ് ഇതുണ്ട്, ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ടാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1985 ആണ്. ഈ ബോഡി പാർട്ടിൽ ഈ ലീഫ് ഫുള്ളായിട്ടും തന്നെ വരുന്നുണ്ട്. ഇത് പിങ്കിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ്. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സാരിയിൽ നിന്ന് മറ്റൊരു കളറ്. ഈ കളർ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1985 ആണ്. അപ്പോൾ രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് വരുന്നു, കട്ട് വർക്ക് വരുന്നു, എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ബോഡി പാർട്ടിൽ ആ ലീവ്സ് ഫുള്ളായിട്ടും വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ വരുന്നു. ഒരു വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. കണ്ടോ, പല്ലുവിൽ ഈ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഉൾഭാഗം വരുന്നതോ ഇങ്ങനെയും. ഇതുണ്ട്, അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലില്ല. നമുക്ക് വൺ പ്ലേറ്റ് ആയിട്ടും അതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ആയിട്ടും ഇതിനെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1985 ആണ്.